അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ഡിസ്കഷൻസ് മാറേണ്ടതുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റുകളെ കുറിച്ചിട്ടുള്ള ഏറ്റവും അധികം ഇപ്പോൾ സംസാരിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളാണ്. അവരാണ് ഏറ്റവും അധികം വിവേചനത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ. വിവേചനമാണല്ലോ ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. അവർ പറയുന്ന പല കാര്യങ്ങളും ശരിയാണ്. അവർക്ക് ഇപ്പം പലപ്പോഴും അവർക്ക് ഇപ്പം ഞങ്ങൾക്ക് ചിലപ്പം ഇപ്പം 4 വർഷം കൊണ്ട് ഇൻഡസ്ട്രിയിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് പണ്ടൊക്കെ തന്നെ ഇപ്പം ഞാൻ ഷട്ടറൊക്കെ ചെയ്യുമ്പോൾ ഒരു വീട്ടിലാണ് നമ്മൾ സൗകര്യങ്ങളുള്ളത്. അതിന് ശേഷമുള്ള പല പടങ്ങളിലും അങ്ങനെയൊക്കെയാണ്. പല പല വീടുകളിലും കാരവൻസ് വന്നത് കുറച്ച് കാലമായിട്ടേ ഉള്ളൂ. അപ്പോൾ കാരവൻ വന്നതിന് ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു 4-5 പേർക്കെങ്കിലും ചേർന്നിട്ട് ഒരു കാരവനിൽ ഒരു സെക്ഷൻ നമുക്ക് തരും. അത് കുഴപ്പമില്ല, അതെങ്കിലും ഉണ്ടല്ലോ. മിനിമം ടോയ്ലറ്റിൽ പോകാനും ഒക്കെ വസ്ത്രം മാറാനും ഉള്ള സേഫ് ആയിട്ടുള്ള സ്ഥലമാണത്. അത് ഇൻഡസ്ട്രിയിൽ വന്നിട്ടുണ്ട്. അതൊരു വലിയ മാറ്റം തന്നെയാണ്. പക്ഷെ അത് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് അതുപോലും അവൈലബിൾ ആയിക്കൊള്ളുന്നില്ല. അവർ എവിടെന്നെങ്കിലുമൊക്കെ പാവങ്ങൾ ഡ്രസ്സ് മാറ്റുന്നു, പിന്നെ ടോയ്ലറ്റ് എവിടെയെങ്കിലുമൊക്കെ. ചിലപ്പോൾ ഇവർ വലിയ പ്രൊഡക്ഷനൊക്കെ ആണെങ്കിൽ ടോയ്ലറ്റ് സൗകര്യങ്ങൾ അവരെന്തെങ്കിലും യൂണിറ്റുകളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും, അവിടെ നിന്ന് പോവുമായിരിക്കും. പക്ഷെ വലിയൊരു പങ്ക് ഇതൊന്നും ആരും ശ്രദ്ധിക്കാറ് പോലുമില്ല, അവരെവിടെ എന്താ ചെയ്യണമെന്നുള്ളത്. പിന്നെ ഇനി ഇതൊക്കെ ചെയ്താൽ പോലും അവർക്ക് പ്രൊഡക്ഷൻ തീരുമാനിച്ച ഒരു ഫണ്ട് ഉണ്ടാവുമല്ലോ, ആ ഫണ്ട് ഡെയിലി ഇത്ര കൊടുക്കണം എന്തൊക്കെയോ കണക്കുണ്ട് തോന്നുന്നുണ്ട്. അതൊന്നും അവർക്ക് കിട്ടുന്നില്ല. കാരണം ഇടനിലക്കാരാണ് അത് വലിയൊരു പങ്കും അത് അടിച്ചു മാറ്റുന്നത്. അപ്പം ഇവരുടെ പേരിലേക്ക് തന്നെ അവരുടെ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട്. ഇതൊരു ഗംഭീര ഇൻഡസ്ട്രി അല്ലേ. അതായത് പല ലെവലിലുള്ള ആളുകൾ പണിയെടുക്കുന്ന, ക്രിയേറ്റീവ് സൈഡുണ്ട്, പ്രൊഡക്ഷൻ സൈഡുണ്ട്, എല്ലാവരും കൂടി ചേർന്ന് പണിയെടുക്കുന്ന, ഓരോന്നിനും പല പല സെക്ഷൻസ് ഉണ്ട്. എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ആലോചിക്കുമ്പം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വർക്കുകളാണ് നടക്കുന്നത്. പക്ഷെ പ്രോപ്പറായിട്ടുള്ളൊരു യോജിപ്പുണ്ടെങ്കിൽ വലിയൊരു പങ്കും പ്രശ്നങ്ങളും പരിഹരിക്കും. വേറൊരു കാര്യം എനിക്ക് എപ്പോഴും തോന്നിയുള്ളത്, ഇത് ഞാൻ ഒരു പുറത്ത് ചില ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടെന്നുള്ളത് മാത്രമേ. ഇപ്പം ഞങ്ങളുടെ വർക്ക് എന്ന് പറഞ്ഞാൽ 6 to 9 ആണല്ലോ വർക്ക് ടൈം എന്ന് പറയുന്നത്. ആ ടൈം യഥാർത്ഥത്തിൽ ഇൻഡസ്ട്രിയിലേക്ക് സ്ത്രീകൾ വരാൻ വേണ്ടി ഇതൊരു വേറൊരു തോട്ടാണ്. ഇത് ഇൻഡസ്ട്രിയിലെ ആൾക്കാർ പറഞ്ഞാൽ അവർ എന്നെ കളിയാക്കും, അല്ലെങ്കിൽ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ട്രോള് ഇറങ്ങാനുള്ള എല്ലാ സാധ്യതയും എനിക്കറിയാം. പക്ഷേ ഞാൻ ഒരു അക്കാഡമിക്കലിയും കൂടി ഇത് പഠിക്കുന്ന ഒരാളെന്നുള്ളതിലേക്ക് എനിക്ക് തോന്നാറുണ്ട്, ഇപ്പോൾ 6 to 9 നമ്മൾ വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസായി ഇത് മാറുമുള്ള പ്രശ്നം വെച്ചാൽ പലപ്പോഴും സ്ത്രീകൾക്ക് ഇതിലേക്ക് വരാൻ ഭയങ്കര പ്രയാസമാണ്. കാരണം നമ്മൾ കുടുംബത്തിൻ്റെ പണികളും ചെയ്യുന്നുണ്ട്, കുടുംബത്തിൻ്റെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പ്ലസ് ഇതും കൂടി ചെയ്യുമ്പം ഒട്ടും തന്നെ സ്ത്രീകൾക്ക് ഒരു ഇൻ ബിറ്റ്വീൻ വന്ന് വർക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന സ്പേസിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി അതിലേക്ക് കൊടുക്കണം. മറ്റു ജോലികൾക്ക് ഇപ്പോൾ ടീച്ചിങ് ജോലി നിങ്ങൾ പോകുന്നു, പണിയെടുക്കുന്നു, തിരിച്ചു വരുന്നു, അത് പോസിബിളാണ്. പക്ഷേ ഇൻഡസ്ട്രിയിൽ പണിയെടുക്കുന്നവർക്ക് ഹെയർ ഡ്രസ്സേഴ്സൊക്കെ ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഹെയർ ഡ്രസ്സർ രാവിലെ 5 മണി 4 മണിക്കൊക്കെ അവരെ ഭർത്താവ് ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടും. എന്നിട്ട് അവർ ആ ബസ് പിടിച്ച് ഈ പ്രൊഡക്ഷനിലേക്ക് വരും. അതേപോലെ രാത്രി 8:30 ആകുമ്പോഴത്തേ അവരുടെ മുഖം മാറുന്ന കാണും. അപ്പം ഞങ്ങൾക്ക് ചിലപ്പോൾ 9:30 വരെയും എക്സ്റ്റൻഷൻ പോവുമായിരിക്കും വർക്ക്. അപ്പം ഞാൻ അവരുടെ അടുത്ത് ഇപ്പോൾ എൻ്റെ ഹെയർ മാത്രമേ നോക്കാറുള്ളൂ. ഞാൻ പറയും ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പൊക്കോ, പ്രൊഡക്ഷനിൽ ചോദിച്ചിട്ട് പൊക്കോ എന്ന് പറയും. ഇങ്ങനെ അവരുടെ മുഖം നമുക്ക് ആ ഒരു ടെൻഷൻ മനസ്സിലാവും. ഈ ഒരു പണിയുടെ പ്രശ്നം അതാണ്. ഒരു 6 to 9 എന്നുള്ള ആ ടൈം പീരീഡിനെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയൊക്കെ പറയുന്നത് തന്നെ ഭയങ്കര തമാശയായിട്ടായിരിക്കും ആളുകൾ എടുക്കുക. പക്ഷേ എന്നാലും ഞാൻ വെറുതെ ചോദിക്കുകയാണ്, അത് പോസിബിലിറ്റി ഉണ്ടോ? ഇതൊക്കെ ഇരുന്ന് പോളിസി മേക്കിങ്ങിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ ലോങ് ടേമിലേ നടക്കുള്ളൂ, പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ ഇതെല്ലാം ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇതിൻ്റെയൊക്കെ പല രീതിയിലുള്ള ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ഞാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു സമ്പൂർണ്ണമായ ഒരു പെർഫെക്റ്റ് ആയുള്ള റിപ്പോർട്ടായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല. അതിൽ ധാരാളം പാളിച്ചകളുള്ള, പല അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ ഭയങ്കര പ്രോബ്ലമുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അങ്ങനെയൊന്നും വന്നല്ലോ, ഇനി നമുക്ക് മുന്നോട്ട് പോവാലോ. അത്രയെങ്കിലും ആയല്ലോ. മറ്റൊന്നുള്ളത് സെക്ഷൽ ഹരാസ്മെന്റ് ആണ്. അതിൽ പ്രധാനമായിട്ട് എന്ന് പറഞ്ഞാൽ ഈ ചാൻസ് ആണ് പ്രശ്നം. ഈ ചാൻസ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ മറ്റ് സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ചാൻസ് ചോദിക്കുമ്പോൾ ഇത്തരത്തിൽ ഉണ്ടാവാറില്ല എന്ന് ചോദിച്ച് ഇതിനെ ജനറലൈസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഈ ഇൻഡസ്ട്രിയിലെ ചാൻസിന് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അതായത് ഇത് വലിയ പാഷനുള്ളൊരു പരിപാടിയാണ്. ആ പാഷനേറ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് വരുന്നത്. പക്ഷേ ചാൻസ് കിട്ടാതെ വരുമ്പോൾ ആ പാഷനെ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ വേറൊരു ജോലിക്ക് പോകേണ്ടി വരുമെന്ന് പറയുന്ന ഒരു പ്രശ്നവും കൂടെയുണ്ട്. മറ്റു ജോലികൾക്ക് ഒരുപക്ഷെ
അതില്ല, ഇല്ലെങ്കിൽ അത്തരത്തിൽ പാഷനേറ്റ് ആയിട്ട് ഇത്രയും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഇല്ലെങ്കിൽ നമുക്കത് എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് എനിക്ക് ധാരണയില്ല. പക്ഷേ ഇതിനകത്തുള്ള ഈ പറയുന്ന ചാൻസും ഇതുമായി ബന്ധപ്പെടുന്ന ഒരു സംഗതിയെ ഒഴിവാക്കാൻ ഈ സ്ത്രീകൾ തന്നെ ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഇതെങ്ങനെയൊക്കെ ഒഴിവാക്കാമെന്നാണ്. ഈ സിസ്റ്റത്തിനകത്ത് ഈ ചാൻസ് ചോദിക്കുന്നത് ആരോടാണ്? ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത് പ്രൊഡ്യൂസർ ആയിരിക്കും, ഇല്ലെങ്കിൽ ഡയറക്ടർ ആയിരിക്കും ഇത് നോക്കുന്നത്. ഇത് എവിടെ നിന്നാണ് ഈ ചാൻസിനെ നമുക്ക്, ഇല്ലെങ്കിൽ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ ആയിരിക്കും ഇത് ഡീൽ ചെയ്യുന്നത്. ഈ ചാൻസ് ചോദിക്കൽ പറയൽ ഈ പരിപാടിയെ എങ്ങനെ നമുക്ക് കുറച്ചുകൂടെ ഭംഗിയാക്കാം? ചില ഡിസ്കഷൻസിലൊക്കെ വരുന്നത് ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു പ്രൊഡക്ഷൻ വരുന്നുണ്ടെങ്കിൽ ഇന്ന ആളുകൾ ആവശ്യമുണ്ട്. അപ്പം ക്യാമറ അസിസ്റ്റന്റ് അങ്ങനെയുള്ള ഒരു ടീം ഉണ്ടാവും, അതേപോലെ തന്നെ ഡയറക്ടോറിയൽ സൈഡിലൊരു വേറൊരു ടീമുണ്ട്. അങ്ങനെ പല പല യൂണിറ്റുകളാണല്ലോ ഉള്ളത്. അപ്പം അതിലേക്ക് ഇന്ന കാര്യങ്ങളിലേക്ക് ആളുകൾ ആവശ്യമുണ്ട് എന്നുള്ള അവിടെ നമ്മളുടെ ബയോഡാറ്റയും ഒക്കെ നമുക്ക് പൂൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാം എന്നുള്ള ചില ചർച്ചകളൊക്കെ ഞാൻ വായിക്കുകയും കേൾക്കുകയും പുറത്തുള്ളതൊക്കെ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഐഡിയ ആയിട്ട് എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടില്ല. ദർ ഇസ് എ പോസിബിലിറ്റി, അങ്ങനെ ഒരു പോസിബിലിറ്റി എന്തായാലും ഉണ്ട്. അതേപോലെ സാലറിക്ക് ഒരു ബാർ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡിസ്കഷൻ വേണമെങ്കിൽ ആലോചിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരം ചർച്ചകളൊക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്നാലേ നടക്കുള്ളൂ. ഇൻഡസ്ട്രി മൊത്തത്തിലിരുന്ന് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതണം. അപ്പോൾ അതിലേക്ക് ജെൻഡർ എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആവുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ചാൻസ് ചോദിക്കാൻ വേണ്ടി എൻ്റെ കഥയൊന്ന് വായിക്കുമോ എന്ന് ചോദിക്കാൻ വേണ്ടി ഇൻഡസ്ട്രിയുടെ പുറത്തുള്ള ഒരു സ്ത്രീക്ക് എൻട്രി ചെയ്യാൻ അത്ര എളുപ്പമല്ല. എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റും. ആണുങ്ങൾക്ക് കുറച്ചും കൂടി 2-3 പ്രാവശ്യം പിന്നെ പല ഡയറക്ടേഴ്സിനെ നേരിട്ട് കണ്ട് സംസാരിക്കാനൊക്കെയുള്ള അവരെന്തായാലും സെക്ഷൽ ഹറാസ്മെൻറ്റിന് മുതിരില്ലല്ലോ. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ഇപ്പം നിങ്ങളൊരു സ്ഥലത്ത് പോയിട്ട് നിങ്ങളുടെ സ്ക്രിപ്റ്റുമായിട്ടൊരു 4-5 ഡയറക്ടേഴ്സിനെ കാണുമ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻസൾട്ട് സഹിക്കേണ്ടി വരും, പലതരം അവഗണനകൾ സഹിക്കേണ്ടി വരും. പക്ഷേ സെക്ഷൽ ഹറാസ്മെൻറ്റ് സഹിക്കേണ്ടി വരില്ലല്ലോ. വളരെ അപൂർവമാണ്, ഇല്ലയെന്ന് ഞാൻ പറയില്ല, വളരെ അപൂർവമായിട്ടേ സെക്ഷൽ ഹറാസ്മെൻറ്റ് നിങ്ങൾക്ക് സഹിക്കേണ്ടി വരുള്ളൂ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എനിക്ക് ആഗ്രഹമുണ്ട്, കുറേ സ്ക്രിപ്റ്റുകളിനെ കുറിച്ച് ഞാനും ആലോചിക്കാറുണ്ട്. ഞാൻ 2 സിനിമേൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. 3ാമത്തെ സ്ക്രിപ്റ്റ് എഴുതി വയ്ക്കുമ്പോൾ എനിക്കത് എവിടെയും കൊണ്ട് പൂൾ ചെയ്യാൻ പോലും ബുദ്ധിമുട്ടാണ്. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ലോകത്തിനോട് നമുക്ക് മല്ലിടുക എന്ന് പറയുന്നത്. അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഈ പെൺകുട്ടി പറയുമ്പം VKP എന്ന് പറയുന്ന വളരെ ഫേമസ് ആയുള്ള ഡയറക്ടറെ കുറിച്ചിട്ടാണ് അവൾ പറയുന്നത്, സ്ക്രിപ്റ്റുമായി ചെന്നതിനെ കുറിച്ചിട്ട്. ഇത്തരം കഥകൾ ഞാൻ പലവരെയും കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഇടയിൽ ഇത്തരം കഥകൾ വളരെ കോമൺ ആണ്. സ്ത്രീകൾ പരസ്പരം പറയും, ഇന്ന ആളെടുത്ത് പോയി, അല്ലെങ്കിൽ അതിന് ശേഷം അയാൾ ഇന്ന മെസ്സേജസ് ചെയ്തു എന്നൊക്കെ. അപ്പം ചാൻസ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ആക്ടിങ്ങിൻ്റെ ചാൻസ് മാത്രമല്ല. ഞാൻ ഡയറക്ടർ അസിസ്റ്റൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചോദിക്കുന്ന കുറേ പെൺകുട്ടികൾ ഇപ്പോൾ കേരളത്തിലുണ്ട്. കാരണം വളരെ ക്രിയേറ്റീവ് സൈഡിൽ നിൽക്കുന്ന പെൺകുട്ടികൾ. അപ്പം ഞങ്ങളിപ്പോൾ വിചാരിക്കുന്നത് അത്തരം സ്ത്രീകൾക്ക് വേണ്ടി എന്താണ് ഇൻഡസ്ട്രി, എങ്ങനെയാണ് ഇതിലേക്കൊക്കെ എൻട്രി ചെയ്യേണ്ടത്. സ്ക്രിപ്റ്റ് എഴുതിയോണ്ട് കാര്യം മാത്രമല്ല, അതിൻ്റെ പൂളിങ്ങിൻ്റെ രീതികൾ എന്തൊക്കെയാണ് എന്നതൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള വർക്ക്ഷോപ്പുകൾ കൊടുക്കുക എന്നുള്ള. അപ്പം കേരള ചലച്ചിത്ര അക്കാദമി ഒരു വർക്ക്ഷോപ്പ് ചെയ്യാൻ വേണ്ടി ഹേമ കമ്മിറ്റിയുടെയൊക്കെ സബ്മിഷന് ശേഷമാണ് ഗവൺമെൻറ് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. നമുക്കൊരു വർക്ക്ഷോപ്പുകൾ പല സൈഡിലുള്ള ഏരിയയിലുള്ള സ്ത്രീകൾക്ക് മേക്കപ്പ്, അതേപോലെ തന്നെ ടെക്നിക്കൽ സൈഡ് ലൈറ്റിൽ ഒക്കെയുള്ള സ്ത്രീകൾക്ക് പിന്നെ ഒരു വർക്ക്ഷോപ്പുകൾ കൊടുക്കാം. എന്നിട്ട് അവർക്ക് ഇൻഡസ്ട്രി എക്സ്പീരിയൻസും കൊടുക്കാം, കുറച്ചു കാലത്തെ സബ്സിഡിയും കൊടുക്കാം എന്ന് ഗവൺമെൻറ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വർക്കൗട്ട് ആവുകയാണെങ്കിൽ വലിയ കാര്യമാണ്. അതേപോലെയുള്ള കാര്യങ്ങൾ WCCയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഫണ്ടില്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മളത് മുന്നോട്ട് പോവാത്തത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്തിട്ടായിരിക്കും ഈ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സാധിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.